ന്യൂസിലേക്ക്. PR വിവാദത്തിൽ ഒളിച്ചുകളി തുടർന്ന് സർക്കാരും പാർട്ടിയും. മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള പരാമർശം ദ ഹിന്ദു പത്രത്തിന് കേസൻ കമ്പനി തന്നതാണെന്ന് പത്ര മാനേജ്മെന്റ് പറയുമ്പോഴും അങ്ങനെയൊരു ഏജൻസിയുമായി ബന്ധമില്ല എന്നാണ് സർക്കാർ വാദം. മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി പറഞ്ഞതിനപ്പുറം ഉത്തരമില്ലെന്ന് MV ഗോവിന്ദനും. PV അൻവർ MLA പരാതിയിൽ ADGP MR അജിത് കുമാറിനെതിരെ DGPയുടെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് കൈമാറും. സമഗ്രമായ റിപ്പോർട്ടാകും DGP നൽകുക എന്ന വിവരം. റിപ്പോർട്ട് വന്ന ശേഷം ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കുന്ന കാര്യം പരിഗണിക്കാം എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. കോതമംഗലം ഭൂതത്താൻകെട്ടിൽ സിനിമാ ചിത്രീകരണത്തിനിടെ കാട്ടിലേക്ക് ഓടിക്കേറിയ ആനയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അല്പസമയത്തിനകം പുനരാരംഭിക്കും. തെലുങ്ക് ചിത്രത്തിന്റെ ചിത്രീകരണത്തിന് എത്തിച്ച പുതുപ്പള്ളി സാധു എന്ന ആനയാണ് ഇന്നലെ മറ്റൊരു ആനയുമായി ഏറ്റുമുട്ടിയ ശേഷം കാട്ടിലേക്ക് ഓടിയത്. തൃശൂരിൽ ATM കൊള്ളയടിച്ച കേസിലെ പ്രതികളെ എത്തിച്ച് ഇന്ന് തെളിവെടുക്കും. ഹരിയാന സ്വദേശികളായ 5 പ്രതികളെ തമിഴ്നാട്ടിൽ നിന്ന് തൃശൂർ ഈസ്റ്റ് പോലീസ് ഇന്നലെ നാട്ടിൽ എത്തിച്ചിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ട പശ്ചാത്തലത്തിലാണ് തെളിവെടുപ്പ്. മഞ്ചേശ്വരം കോഴക്കേസിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നൽകിയ വിടുതൽ ഹർജിയിൽ കോടതി ഇന്ന് വിധി പറയും. കേസിൽ K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രതികളോട് ഇന്ന് ഹാജരാകാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹരിയാന ഇന്ന് വിധിയെഴുതും. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. ഒറ്റഘട്ടമായി നടക്കുന്ന വോട്ടെടുപ്പിൽ 90 മണ്ഡലങ്ങളിലാണ് ജനവിധി. മൂന്നാം ഊഴത്തിന് തയ്യാറെടുക്കാൻ BJPയും 10 വർഷത്തിന് ശേഷം ഭരണം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസും. സംസ്ഥാനത്ത് മഴ തുടരും. ഇന്ന് 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. വടക്കൻ ബംഗാൾ ഉൾക്കടലിനും ബംഗ്ലാദേശ്, പശ്ചിമ ബംഗാൾ തീരത്തിനും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ബെയ്റൂത്തിൽ വ്യോമാക്രമണം കടുപ്പിച്ച് ഇസ്രയേൽ. ആക്രമണത്തിന് മുന്നോടിയായി 30 ഗ്രാമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രയേൽ നിർദ്ദേശം നൽകി. 24 മണിക്കൂറിനിടെ ലെബനനിൽ കൊല്ലപ്പെട്ടത് 37 പേർ. അതിനിടെ യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയുടെ ആക്രമണം. മുംബൈയിലെ ആദ്യത്തെ ഭൂഗർഭ മെട്രോ ലൈൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മെട്രോ ലൈൻ രാജ്യത്തിന് സമർപ്പിക്കുക. ഭൂഗർഭ മെട്രോ ലൈനിന്റെ ആദ്യഘട്ടമായ 12.5 കിലോമീറ്ററാണ് ഉദ്ഘാടനത്തിന് സജ്ജമായത്. ഇനി കേരളത്തിലെ പ്രധാന വാർത്തകൾ. രവീന്ദ്രനാഥ് ടാഗോറിന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ച തലസ്ഥാനത്തെ ടാഗോർ തിയേറ്റർ കാടുകയറി നശിക്കുന്നു. തിയേറ്റർ പരിസരത്ത് മാലിന്യ കൂമ്പാരം. തിയേറ്ററിനുള്ളിലെ AC പ്രവർത്തിക്കാതായിട്ട് മാസങ്ങൾ. കണ്ണടച്ച് അധികൃതർ. ഒരു കപ്പലിൽ നിന്നു മാത്രം 10,300 കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയ കണ്ടെയ്നർ നീക്കങ്ങളിൽ ഒന്നെന്ന് തുറമുഖ അധികൃതർ. ട്രയൽ റൺ സമയത്ത് ഇത്രയധികം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനായത് അപൂർവ നേട്ടമെന്ന് മന്ത്രി VN വാസവൻ. കൊല്ലം ആറ്റുവാശ്ശേരി മടത്തിനാപ്പുഴ റോഡ് നവീകരണത്തിന് 1.20 കോടി രൂപയുടെ ഭരണാനുമതി. ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. 10 വർഷം മുൻപാണ് റോഡ് ടാറിട്ടത്. പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിവിധ പ്രദേശങ്ങളിലേക്ക് പോകുന്ന പ്രധാന റോഡ് തകർന്നിട്ട് മാസങ്ങൾ. അറ്റകുറ്റപ്പണി നടത്താതെ അധികൃതർ. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്ര ദുഷ്കരം. തിരൂരങ്ങാടി മുനിസിപ്പൽ തല ഭിന്നശേഷി കായികമേള വെന്യൂർ GMUP സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. വിവിധ സ്കൂളുകളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വിജയികൾക്ക് മെഡലുകളും സർട്ടിഫിക്കറ്റുകളും നൽകി. കൊല്ലം പുനലൂർ ചെന്നൈ പാതയിൽ പുനലൂർ കൊല്ലം സെക്ഷനിലും തമിഴ്നാട്ടിലെ ഭഗവതിപുരം ചെങ്കോട്ട തെങ്കാശി സെക്ഷനിലും ട്രെയിനുകൾക്ക് വേഗം കൂട്ടിയേക്കും. ഇതിനു മുന്നോടിയായി ഈ മാസം 25-ന് വേഗ പരിശോധന നടക്കും. ട്രാക്ക് പരിശോധനയ്ക്കായി നിശ്ചിത ഇടവേളകളിൽ നടക്കുന്ന ഓസിലേഷൻ മോണിറ്ററിംഗ് സംവിധാനത്തിനൊപ്പമാണ് വേഗ പരിശോധന. കൊച്ചിയിൽ വ്യാജ അക്കൗണ്ട് വഴി സ്ത്രീകൾക്ക് നഗ്നചിത്രങ്ങൾ അയച്ചുകൊടുത്ത പ്രതി അറസ്റ്റിൽ. അറസ്റ്റായത് ആരക്കുഴ സ്വദേശി ടിനോജ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആരക്കുഴ പഞ്ചായത്തിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. പമ്പ ജലസേചന പദ്ധതിയുടെ കനാലുകൾ കാടുകയറി നശിക്കുന്നു. കാട് നിറഞ്ഞതോടെ കനാലിൽ മാലിന്യം തള്ളുന്നത് പതിവ്. പ്രദേശവാസികൾ ദുരിതത്തിൽ. പാലക്കാട് കാഞ്ഞിരപ്പുഴ ഡാമിന് ചോർച്ചയെന്ന ആശങ്ക പങ്കുവെച്ച് നാട്ടുകാർ. ഡാമിന്റെ ഷട്ടറുകൾക്ക് സമീപം ഇടതുവശത്തെ ചുമരിൽ 50 മീറ്ററോളം ഭാഗത്താണ് ചോർച്ച. ഇത് മാസങ്ങളായുള്ള ചോർച്ചയാണെന്നും ആശങ്ക വേണ്ടെന്നും ജീവനക്കാർ.
ഗവൺമെന്റ് സർവൻസ് ഫാമിലി വെൽഫെയർ സൊസൈറ്റിയുടെ 6ാമത് വാർഷിക കുടുംബ സൗഹൃദ കൂട്ടായ്മ ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ കെ ജയമ്മ ഉദ്ഘാടനം ചെയ്തു. രക്ഷാധികാരി CP ചന്ദ്രശേഖരൻ, പ്രസിഡന്റ് MR ഷാജി എന്നിവർ പ്രസംഗിച്ചു. ആലപ്പുഴ മണ്ണഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ 1960 മുതൽ 2024 വരെ പഠിപ്പിച്ച അധ്യാപകരുടെയും അനധ്യാപകരുടെയും സംഗമം സംഘടിപ്പിച്ചു. 90 വയസ്സുള്ള മുൻ അധ്യാപകൻ NK കുമാരൻ മുതൽ ഈ വർഷം മണ്ണഞ്ചേരി സ്കൂളിൽ നിന്ന് പ്രധാനാധ്യാപികയെ വിരമിച്ച MK സുജാത കുമാരി വരെയുള്ളവരുടെ സാന്നിധ്യത്താൽ ഒത്തുചേരൽ വേറിട്ട അനുഭവമായി. സ്നേഹസംഗമം ജില്ലാ പഞ്ചായത്ത് അംഗം R റിയാസ് ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം മൂന്നുകല്ലിൽ അമിത വേഗത്തിലോടുന്ന കാറിന് മുകളിലിരുന്ന യുവാവിന്റെ സാഹസിക യാത്ര. മൂന്നാറിൽ നിന്ന് മടങ്ങുകയായിരുന്ന സംഘത്തിൽ പെട്ട ഒരാളാണ് കാറിന് മുകളിലിരുന്ന് യാത്ര ചെയ്തത്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ KC വേണുഗോപാൽ MP നാഷണൽ ഹൈവേ അതോറിറ്റി മെമ്പർ വെങ്കിട്ടരമണയുമായി കൂടിക്കാഴ്ച നടത്തി. ജനപ്രതിനിധികളുടെ പരാതികളും പ്രാദേശിക ജനങ്ങളുടെ ആശങ്കയും പരിഗണിക്കുമെന്നും അതിനായി നാഷണൽ ഹൈവേ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥ സംഘത്തെ അയക്കുമെന്നും വെങ്കിട്ടരമണയുടെ ഉറപ്പ്. കൊട്ടാരക്കരയിൽ ഇൻസ്പെക്ടർ സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ സൈനികർ വീരമൃത്യു വരിച്ച ധീരജവാൻ കുഞ്ഞുമോൻ സിയുടെ വസതിയിലെത്തി ആദരമർപ്പിച്ചു. മെലില പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് താര സജികുമാർ, വാർഡംഗം വത്സല, കൊല്ലം ജില്ലയിലെ സൈനിക കൂട്ടായ്മ വേണാട് ജവാൻസ്, കില്ലോൺ മല്ലു സോൾജിയേഴ്സ് അംഗങ്ങളും ആദരമർപ്പിച്ചു. ചിത്രകാരൻ രാമചന്ദ്രൻ ചിത്രങ്ങളുടെയും ശില്പങ്ങളുടെയും മ്യൂസിയം കൊല്ലത്ത്. ആശ്രാമം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ആരംഭിക്കുന്ന മ്യൂസിയത്തിലേക്കായി 360 കോടി രൂപ വില വരുന്ന ചിത്രങ്ങളും ശില്പങ്ങളും രാമചന്ദ്രന്റെ കുടുംബം സംസ്ഥാന സർക്കാരിന് സൗജന്യമായി കൈമാറും. ഡൽഹിയിൽ രാമചന്ദ്രന്റെ കുടുംബം സൂക്ഷിക്കുന്ന ചെറുതും വലുതുമായ 64 ചിത്രങ്ങളാണ് കൈമാറുക. കൊല്ലം ഇരവിപുരം സെന്റ് ജോൺസ് ഹൈസ്കൂളിലെ ഈ വർഷത്തെ സ്കൂൾ കലോത്സവ ലോഗോ പ്രകാശനം ചെയ്തു. കൊല്ലം കോർപ്പറേഷൻ ഹരിതകർമ്മസേന പ്രതിനിധി ഷേർലി ഷിബു, സ്കൂൾ പാചകത്തൊഴിലാളി റോസി, സ്കൂൾ ഹെഡ് മാസ്റ്റർ അനിൽ D, വിദ്യാർത്ഥി പ്രതിനിധികളായ അവന്തിക, അഭിജിത്ത്, അധ്യാപക പ്രതിനിധികളായ ലിസി, നൊറീൻ, കിരൺ ക്രിസ്റ്റഫർ എന്നിവർ ചേർന്നാണ് കലോത്സവ ലോഗോ പുറത്തിറക്കിയത്. ഈ മാസം 9, 10 തീയതികളിലായി 3 വേദികളിൽ മത്സരങ്ങൾ നടക്കും. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് തൃശൂർ ജില്ലാ അസോസിയേഷൻ നടത്തിയ മത്സര ഇനങ്ങളിൽ അന്തിക്കാട് ഹൈസ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. 5 മത്സരങ്ങളിലായി 65 കുട്ടികൾ പങ്കെടുത്തു. ഇനി പ്രധാന അറിയിപ്പുകൾ. തിരൂർ കടലുണ്ടി റോഡിൽ പരപ്പനങ്ങാടി മുതൽ കടലുണ്ടിക്കടവ് വരെ ഇന്ന് മുതൽ ഗതാഗത നിയന്ത്രണം. BM പ്രവർത്തികൾ ആരംഭിക്കുന്നതുകൊണ്ടാണ് നിയന്ത്രണം. നിർമ്മാണ പ്രവർത്തികൾ അവസാനിക്കുന്നതുവരെ നിയന്ത്രണം തുടരും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്ന് കുടിവെള്ള വിതരണം മുടങ്ങും. ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പ്രവൃത്തി നടക്കുന്നതുകൊണ്ടാണ് ജലവിതരണം മുടങ്ങുക. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ തിരുവനന്തപുരം ജില്ലാ സിറ്റിംഗ് ഇന്ന് രാവിലെ 11 മണിക്ക് ശാസ്തമംഗലത്തുള്ള കമ്മീഷൻ ഓഫീസ് കോഡ് ഹാളിലാണ് സിറ്റിംഗ്. ജില്ലയിൽ നിന്നുള്ള പുതിയ പരാതികളും സിറ്റിംഗിൽ സ്വീകരിക്കും. വയനാട് ജില്ലയിലെ മൊബൈൽ വെറ്റിനറി യൂണിറ്റിലേക്ക് വെറ്റിനറി ഡോക്ടർ, ഡ്രൈവർ തസ്തികകളിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. അഭിമുഖം ഇന്ന് രാവിലെ 11 മണിക്ക് ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് ഓഫീസിൽ നടക്കും. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി കോളേജിലേക്ക് പ്രവേശനത്തിനുള്ള യോഗ്യതാ പരീക്ഷയ്ക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഈ മാസം 10 കോട്ടയം സംസ്ഥാന റോഡ് സൈക്ലിംഗ് മത്സരത്തിൽ പങ്കെടുക്കേണ്ട ജില്ലാ ടീമിന്റെ സെലക്ഷൻ ട്രയൽ ഈ മാസം 7 ഇരയിൽക്കടവ് ബൈപ്പാസിൽ സെലക്ഷൻ ട്രയൽ നടക്കും. തിരുവനന്തപുരം ഉഴമലക്കൽ വെള്ളനാട് റൂറൽ ഫാർമർ പ്രൊഡ്യൂസിംഗ് കമ്പനിയിൽ CEO ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത അഗ്രികൾച്ചർ ഡിഗ്രി, MBA. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. ദേശീയ വാർത്തകൾ. ആരോഗ്യ പരിരക്ഷാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വരുന്ന 10 വർഷത്തിനകം രാജ്യത്തുടനീളം 75,000 മെഡിക്കൽ സീറ്റുകൾ കൂട്ടിച്ചേർക്കുമെന്ന് കേന്ദ്ര സർക്കാർ. ആരോഗ്യമേഖലയിൽ സമഗ്രമായ പരിഷ്കാരങ്ങൾ വരുത്താനാണ് പ്രധാനമന്ത്രി ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഉത്തരാഖണ്ഡിൽ സർക്കാരിന്റെ 186 ഔദ്യോഗിക സൈറ്റുകൾ ഹാക്ക് ചെയ്തു. സെക്രട്ടേറിയറ്റിന് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നിലച്ചു. ഇന്ന് രാവിലെയോടെ സൈറ്റുകൾ പ്രവർത്തന സജ്ജം ആകുമെന്ന് വിശദീകരണം. റഷ്യയുടെ 3 യൂണിറ്റ് S-400 മിസൈൽ സിസ്റ്റം ഇനി ഇന്ത്യക്ക് സ്വന്തം. ഇന്ത്യയുടെ പ്രതിരോധ സേനയ്ക്ക് കരുത്തേകാൻ റഷ്യ 3 മിസൈൽ യൂണിറ്റുകൾ നൽകിയെന്നും അടുത്ത വർഷത്തോടെ മറ്റ് 2 യൂണിറ്റുകൾ കൂടി നൽകുമെന്നും ഇന്ത്യയുടെ എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ്. ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഹരിണി അമരസൂരിയുമായി വിദേശകാര്യമന്ത്രി S ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നത് ചർച്ചയായി.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മഹാരാഷ്ട്ര സന്ദർശിക്കും. വാഷിം, താനെ, മുംബൈ എന്നീ ജില്ലകളിൽ മോദി എത്തും. 50,000 കോടിയിലേറെ രൂപയുടെ വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഡൽഹിയിൽ 5,600 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ച കേസിൽ കോൺഗ്രസ് നേതാവിന് പങ്കുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കോൺഗ്രസിന്റെ RTI സെൽ തലവൻ തുഷാർ ഗോയൽ പ്രധാന കണ്ണിയെന്ന ആരോപണം. ലഹരിക്കടത്തിൽ കോൺഗ്രസിന് മുൻപും പങ്കുണ്ടായിട്ടുണ്ടെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ആരോപണം. അർജന്റീന വിദേശകാര്യമന്ത്രി ഡയാന മോണ്ടിനോ ഇന്ന് ഇന്ത്യയിലെത്തും. 5 ദിവസത്തെ സന്ദർശനത്തിനായി എത്തുന്ന ഡയാന മോണ്ടിനോ ഇന്ത്യ അർജന്റീന ജോയിന്റ് കമ്മീഷൻ യോഗത്തിൽ പങ്കെടുക്കും. കുമാരി സെൽജയെ കോൺഗ്രസ് അപമാനിച്ചതായി കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്. സെൽജയെ അപമാനിച്ചത് ജാതിയുടെ പേരിൽ. സെൽജയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാത്തതിൽ ഹരിയാനയിലെ പിന്നാക്ക വിഭാഗങ്ങൾ അതൃപ്തരാണെന്നും മന്ത്രിയുടെ ആരോപണം. തമിഴ്നാട്ടിൽ 5 ദിവസത്തേക്ക് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴയ്ക്ക് സാധ്യത വടക്കൻ ജില്ലകളിൽ. ഇന്നലെ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിന്റെ നേതൃത്വത്തിൽ സർക്കാർ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തിയിരുന്നു. BSF ഹെഡ് കോൺസ്റ്റബിളിനെ ആക്രമിച്ച് ലഹരിക്കടത്ത് സംഘം. സംഭവം പശ്ചിമ ത്രിപുരയിൽ. അക്രമികളെ വെടിവെച്ച് പിടികൂടാൻ ശ്രമിച്ചെങ്കിലും പ്രതികൾ രക്ഷപ്പെട്ടു. പാകിസ്ഥാൻ സന്ദർശിക്കാൻ ഒരുങ്ങി വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ഇസ്ലാമാബാദിൽ നടക്കുന്ന SCO ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രിയും പ്രതിനിധി സംഘവും പാകിസ്ഥാനിലേക്ക് പോകും. RPFന്റെ മേഖലാ ട്രെയിനിംഗ് സെന്ററുകൾ നവീകരിക്കാൻ 35 കോടി രൂപ അനുവദിച്ച കേന്ദ്ര സർക്കാർ. തമിഴ്നാട്ടിലെ RPF ഡോഗ് സ്ക്വാഡിനായി 5.5 കോടി രൂപയും അധികമായി അനുവദിച്ചു. ഇന്ത്യയുടെ താൽപര്യങ്ങൾ മറ്റൊരു രാജ്യത്തിന്റെയും താൽപര്യത്തിന് എതിരായി നിൽക്കുന്നതല്ല എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യ എന്നും സമാധാനം ആഗ്രഹിച്ചിട്ടുള്ള രാജ്യമാണ്. ഇൻഡോ പസഫിക് റീജിയണൽ ഡയലോഗിൽ സംസാരിക്കുകയായിരുന്നു പ്രതിരോധ മന്ത്രി. വിവാദമായി ബീഹാറിലെ BJP MLA മിഥിലേഷ് കുമാറിന്റെ വാൾ പൂജ. RSSൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് MLAയുടെ പ്രവൃത്തിയെന്ന് RJD. രാമായണത്തിനൊപ്പമാണ് മിഥിലേഷ് കുമാർ വാൾ പൂജയ്ക്ക് നൽകിയത്. സ്വിറ്റ്സർലൻഡ് സന്ദർശനത്തിൽ ചെലവായ 1,58 ലക്ഷം രൂപ കുടിശ്ശിക നൽകണമെന്നാവശ്യപ്പെട്ട് മഹാരാഷ്ട്ര സർക്കാരിന് വക്കീൽ നോട്ടീസ് അയച്ച് സ്വിസ് കമ്പനി. കഴിഞ്ഞ ജനുവരിയിലാണ് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ മന്ത്രിമാരും സ്വിറ്റ്സർലൻഡിൽ പോയത്. ഗസയിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 41,802ആയി. 96,844 പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ. വെസ്റ്റ് ബാങ്കിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ. ഡെമോക്രാറ്റിക് പ്രസിഡന്റ് സ്ഥാനാർത്ഥി കമലാ ഹാരിസിന് വേണ്ടി 27 ദിവസത്തെ പ്രചാരണം നടത്താൻ ഒരുങ്ങി മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ. അടുത്ത വ്യാഴാഴ്ച പെൻസിൽവാനിയയിലെ പിറ്റ്സ്ബർഗിൽ ഒബാമ തന്റെ ആദ്യ പരിപാടി നടത്തും. റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള ആണവ നിലയത്തിലെ ജീവനക്കാരൻ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. ആക്രമണത്തിന് പിന്നിൽ യുക്രൈൻ എന്ന് റഷ്യ. US-ലെ തുറമുഖ തൊഴിലാളികൾ പണിമുടക്ക് അവസാനിപ്പിച്ചു. അസോസിയേഷൻ വേതനവുമായി ബന്ധപ്പെട്ട് ഓപ്പറേറ്റർമാരുമായി താൽക്കാലിക കരാറിൽ എത്തിയതായി ഉദ്യോഗസ്ഥർ. രാജ്യത്തെ ആദ്യത്തെ എംപോക്സ് കേസ് റിപ്പോർട്ട് ചെയ്ത ഘാന. ആഗോളതലത്തിൽ ആശങ്കയുണ്ടാക്കിയ എംപോക്സ് വൈറസിന്റെ ക്ലേഡ് 1B വേരിയന്റ് ആണോ എന്ന് നിർണ്ണയിക്കാൻ പരിശോധന നടക്കുകയാണെന്ന് ഘാന ആരോഗ്യവകുപ്പ്. ഇന്തോനേഷ്യയിലെ കെൻറ്റൻ സോളാർ പാനൽ പ്ലാന്റ് ഈ വർഷം അവസാനത്തോടെ പ്രവർത്തനം ആരംഭിക്കും. പ്ലാന്റിന്റെ നിർമ്മാണം 90% പൂർത്തിയായി. നിർമ്മാണം $100 മില്യൺ മുതൽ മുടക്കിൽ. ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അനുയായികളുടെ സർക്കാർ വിരുദ്ധ റാലി തടയാൻ പാകിസ്ഥാൻ അധികൃതർ തലസ്ഥാനമായ ഇസ്ലാമാബാദ് അടച്ചുപൂട്ടി. മൊബൈൽ ഫോൺ സേവനങ്ങളും റദ്ദാക്കി. ശ്രീലങ്കൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു തുടങ്ങി. ഈ മാസം 11 വരെ രാജ്യത്തെ ഇലക്ടറൽ ജില്ലകളിലെ ജില്ലാ സെക്രട്ടറിമാരുടെ ഓഫീസുകളിൽ നാമനിർദ്ദേശങ്ങൾ സ്വീകരിക്കും. ജപ്പാനിൽ ഭൂചലനം 4 തീവ്രത രേഖപ്പെടുത്തി. ബോസ്നിയയിൽ കനത്ത മഴ. മണ്ണിടിച്ചിലിലും വെള്ളപ്പൊക്കത്തിലും 14 മരണം. നിരവധി പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. 2030-നകം ഭക്ഷ്യമേഖലയിൽ 20,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ UAE ഫുഡ് ആൻഡ് ബിവറേജ് ബിസിനസ് ഗ്രൂപ്പ് സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഭക്ഷ്യമേഖലയിലെ ഭാവി പരിപാടികൾ രാജ്യം വ്യക്തമാക്കിയത്. UAEയുടെ ആഭ്യന്തര ഉൽപ്പാദന വളർച്ചയിൽ ഭക്ഷ്യമേഖലയുടെ സംഭാവന $10 ബില്യൺ വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇനി ബിസിനസ് വാർത്തകൾ. അദാനി ഗ്രൂപ്പും ഗൂഗിളും സംയുക്തമായി ഇന്ത്യയിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഒരുങ്ങുന്നു. ഇന്ത്യയുടെ പവർ ഗ്രിഡിന് കരുത്ത് പകരാൻ കൂടുതൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുക, ഗൂഗിൾ ക്ലൗഡിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുക തുടങ്ങിയവയാണ് പങ്കാളിത്തത്തിലൂടെ ലക്ഷ്യമിടുന്നത്.
ആപ്പിളിന് ഇന്ത്യയിൽ ലഭിച്ച വൻ സ്വീകാര്യത പരിഗണിച്ച് കൂടുതൽ റീറ്റെയിൽ സ്റ്റോറുകൾ തുറക്കുമെന്ന് കമ്പനി. രാജ്യത്ത് 4 പുതിയ ആപ്പിൾ സ്റ്റോറുകളാണ് തുറക്കാൻ പോകുന്നത്. പുതിയ ഫോണായ iPhone 16 എല്ലാ മോഡലുകളും ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നും കമ്പനി. കഴിഞ്ഞ മാസം ഇന്ത്യയുടെ സേവന മേഖലയുടെ പ്രവർത്തനം 10 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിയതായി പ്രതിമാസ സർവേ. പുതിയ ബിസിനസ്സുകൾ, അന്താരാഷ്ട്ര വിൽപ്പന, ഉൽപ്പാദന വളർച്ച എന്നിവ മിതമായതാണ് കാരണമെന്ന് വിലയിരുത്തൽ. രാജ്യത്ത് BSNL 4G മൊബൈൽ വരുന്നു. കാർബൺ മൊബൈലുമായി സഹകരിച്ച് പ്രവർത്തിക്കും. BSNL 4G സർവീസ് ലഭ്യമാകാൻ ഇനി വിലയേറിയ സ്മാർട്ട് ഫോണുകൾ വാങ്ങേണ്ടതില്ല. ഇക്കാര്യത്തിൽ കാർബൺ മൊബൈൽസുമായി കമ്പനി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. എക്സിൽ 200 മില്യൺ ഫോളോവേഴ്സിനെ സ്വന്തമാക്കി റെക്കോർഡിട്ട് ഇലോൺ മസ്ക്. ഫോളോവേഴ്സിന്റെ കാര്യത്തിൽ US മുൻ പ്രസിഡന്റ് ബറാക് ഒബാമയും ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുമാണ് മസ്കിന് തൊട്ടു പിന്നിലുള്ളത്. 2022 $44 ബില്യൺ മസ്ക് എക്സ് വാങ്ങിയത്. ഫ്രഞ്ച് പ്രതിരോധ കമ്പനിയായ സഫ്രാൻ ഗ്രൂപ്പ് ഇന്ത്യയിലേക്ക് സൈനിക പ്ലാറ്റ്ഫോമുകൾക്കാവശ്യമായ സെൻസറുകളുടെയും ഇലക്ട്രോണിക്സ് ഭാഗങ്ങളുടെയും നിർമ്മാണമാണ് ലക്ഷ്യം. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി നടത്തിയ ചർച്ചയിൽ ധാരണയായി. ചൈനീസ് ഓഹരി വിപണി കുതിപ്പിന്റെ പാതയിൽ. 2 ആഴ്ചക്കിടെ ചൈനീസ് ഓഹരികളുടെ വിപണി മൂല്യത്തിൽ $2 ലക്ഷം കോടി വർധന രേഖപ്പെടുത്തി. റൊമാനിയയിൽ തൊഴിലാളി ക്ഷാമം രൂക്ഷം. 1 വർഷത്തിനുള്ളിൽ വേണ്ടത് 2.5 ലക്ഷം തൊഴിലാളികളെ. റൊമാനിയൻ പൗരന്മാർ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറിയതാണ് തൊഴിലാളി ക്ഷാമം രൂക്ഷമാക്കിയത്. കായിക വാർത്തകൾ. വനിതാ 2020 ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയ്ക്ക് ഇന്ന് ആദ്യ മത്സരം. 3:30 നടക്കുന്ന മത്സരത്തിൽ ശ്രീലങ്കയാണ് എതിരാളികൾ. രാത്രി 7:30 നടക്കുന്ന 2ാം മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ട് ബംഗ്ലാദേശിനെ നേരിടും. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ 7ാം റൗണ്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ലിവർപൂൾ, മാഞ്ചസ്റ്റർ സിറ്റി, ആഴ്സണൽ ടീമുകൾ എല്ലാം ഇന്ന് കളത്തിലെത്തും. സ്പാനിഷ് ലീഗിൽ റയൽ മാഡ്രിഡിനും മേജർ ലീഗ് സോക്കറിൽ ലയണൽ മെസ്സിയുടെ ഇന്റർ മയാമിക്കും ഇന്ന് മത്സരമുണ്ട്. സ്പാനിഷ് ലീഗ് ഫുട്ബോളിൽ റയൽ മാഡ്രിഡിന് ഇന്ന് മത്സരം. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ വിയ്യാറയലാണ് എതിരാളികൾ. ഫ്രഞ്ച് ഫുട്ബോൾ താരം പോൾ പോഗ്ബയ്ക്ക് ആശ്വാസം. താരത്തിന്റെ വിലക്ക് 4 വർഷത്തിൽ നിന്ന് 18 മാസമായി വെട്ടിക്കുറച്ചു. വിലക്ക് ഉത്തേജക മരുന്ന് ഉപയോഗം കണ്ടെത്തിയതിന് പിന്നാലെ. ISL ഇന്ന് 2 മത്സരങ്ങളുണ്ട്. വൈകിട്ട് 5-ന് നടക്കുന്ന ആദ്യ കളിയിൽ ജംഷഡ്പൂരിന്റെ എതിരാളികൾ ഈസ്റ്റ് ബംഗാളാണ്. രാത്രി 7:30 നടക്കുന്ന 2ാം മത്സരത്തിൽ മോഹൻ ബഗാൻ മുഹമ്മദൻസ് FC-യെ നേരിടും. രഞ്ജി ട്രോഫിക്കുള്ള കേരള ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു. സച്ചിൻ ബേബി കേരള ടീമിനെ നയിക്കും. വിഷ്ണു വിനോദ്, ബേസിൽ തമ്പി, മുഹമ്മദ് അസറുദ്ദീൻ തുടങ്ങിയ പ്രമുഖർ ടീമിൽ. ഈ മാസം 11-ന് പഞ്ചാബിനെതിരെയാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. ഇറാനി ട്രോഫി ചാമ്പ്യന്മാരെ ഇന്നറിയാം. റെസ്റ്റ് ഓഫ് ഇന്ത്യക്കെതിരെ അവസാന ദിനമായ ഇന്ന് മുംബൈ 6-ന് 153 റൺസ് എന്ന നിലയിൽ ബാറ്റിംഗ് പുനരാരംഭിക്കും. മത്സരം സമനിലയിൽ ആയാൽ 1ാം ഇന്നിംഗ്സ് ലീഡിന്റെ കരുത്തിൽ മുംബൈയെ ജേതാക്കളായി പ്രഖ്യാപിക്കും. ഇനി കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. അമേരിക്കയിലെ ഫ്രൈറ്റ് നൈറ്റ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സൂപ്പർ നാച്ചുറൽ ത്രില്ലർ പുരസ്കാരം നേടുന്ന ആദ്യ മലയാള ചിത്രമായി വടക്കൻ. സജീദ് A സംവിധാനം ചെയ്ത ചിത്രത്തിൽ കിഷോറും ശ്രുതി മേനോനുമാണ് പ്രധാന വേഷങ്ങളിൽ. നവാഗതനായ NV മനോജ് സംവിധാനം ചെയ്യുന്ന ഓശാന എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് മോഷൻ പോസ്റ്റർ പുറത്തിറങ്ങി. ബാലാജി ജയരാജനാണ് ഓശാനയിൽ കേന്ദ്ര കഥാപാത്രത്തിൽ എത്തുന്നത്. ധ്യാൻ ശ്രീനിവാസൻ, അൽതാഫ് സലീം, വർഷ വിശ്വനാഥ് എന്നിവരും പ്രധാന വേഷങ്ങളിൽ. വിജയുടെ സിനിമാ കരിയറിലെ അവസാന ചിത്രമായ ദളപതി 69 പൂജ ചെന്നൈയിൽ നടന്നു. വിനോദാണ് ദളപതി 69 സംവിധാനം. മമിത ബൈജു, നരേൻ, പ്രിയാമണി എന്നിവർ പ്രധാന വേഷങ്ങളിൽ. സോഫ്റ്റ് ഡ്രിങ്കുകളിൽ അപകടകാരിയായ എബോള വൈറസ് കലർന്നിട്ടുണ്ടെന്നും അതിനാൽ ശീതളപാനീയങ്ങൾ കുടിക്കരുത് എന്നും സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം. ഹൈദരാബാദ് പോലീസ് പുറത്തിറക്കിയ മുന്നറിയിപ്പ് എന്ന രീതിയിലാണ് വാട്സാപ്പിൽ സന്ദേശം പ്രചരിക്കുന്നത്. പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് സ്ഥിരീകരിച്ച് ഹൈദരാബാദ് പോലീസ് പ്രചരിക്കുന്ന പോസ്റ്റ് 2016-ലും 2019-ലും എല്ലാം ഫേസ്ബുക്കിലും ട്വിറ്ററിലും വൈറലായിരുന്ന വ്യാജ സന്ദേശമാണ്. ഇനി ലേറ്റസ്റ്റ് ന്യൂസ്. ബീഹാറിൽ ബസ് അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. മണിപ്പൂർ നാഗാലാൻഡ് അതിർത്തിയിൽ നേരിയ ഭൂചലനം എന്ന റിപ്പോർട്ടുകൾ. 3.6 തീവ്രത. പഞ്ചാബിൽ മയക്കുമരുന്ന് വേട്ട. 100 കിലോഗ്രാം കൊക്കൈൻ പിടികൂടി. പ്രതികൾ അറസ്റ്റിൽ. പുനയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ക്രൂര പീഡനം. 3 പേർ പിടിയിൽ.
ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകളിലേക്ക്. മധ്യപ്രദേശിലെ ഇൻഡോറിൽ സൈബർ തട്ടിപ്പ്. യുവാവിൽ നിന്ന് 71 ലക്ഷം രൂപ തട്ടിയെടുത്തു. അന്വേഷണം ആരംഭിച്ച് പോലീസ്. ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 2000 കടന്നതായി ലെബനൻ ആരോഗ്യ മന്ത്രാലയം. കൊല്ലപ്പെട്ടവരിൽ 127 പേർ കുട്ടികൾ. 24 മണിക്കൂറിടെ 37 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതോടെ 100 ന്യൂസ് പൂർത്തിയാകുന്നു.